എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന ഒരു ചൊല്ലുണ്ട് അല്ലെ. എന്താണ് അതിന്റെ വിവക്ഷ? നന്നായി പണിയെടുത്താൽ നമുക്ക് ആവശ്യത്തിന് നന്നായി കഴിക്കാം എന്നുള്ളതാണ്. എന്നാൽ ആ ചെല്ലിന് ഇന്ന് പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല. ഇന്നല്ല അന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഏതോ രാജാവോ ഏതോ ജമ്മിയോ ഉണ്ടാക്കിയ ഒരു ചെല്ലാണ്. എന്തിനാണ്? അവർക്ക് ഇങ്ങനെ പണിയെടുക്കാതെ ഇങ്ങനെ ഇരിക്കാം. മറ്റുള്ളവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെയും രാത്രിയൊക്കെ ഇങ്ങനെ പണിയെടുത്ത് നിന്നാൽ അവർക്ക് നന്നായിട്ട് തിന്നാനുള്ള ഭക്ഷണം കിട്ടും എന്നൊരു ചെല്ല് മാത്രമേ ഉള്ളൂ. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. നന്നായി പണിയെടുക്കുന്നവന് എന്ത് ശമ്പളമാണ് ഉള്ളത്? ദുബൈയിലൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. 10, 12, 14 മണിക്കൂറൊക്കെ നന്നായി പണിയെടുക്കുന്നവൻ, അവനിക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. നന്നായി മേലനങ്ങി പണിയെടുക്കുന്നവൻ ഇന്ന് എന്തെങ്കിലും ഇതുണ്ടോ? വലിയ ശമ്പളമൊന്നുമില്ല. എന്നാൽ ബുദ്ധിപരമായി പണിയെടുക്കുന്നവർക്ക് നല്ല ശമ്പളമുണ്ട്. അത് ദുബൈയിലാണെങ്കിലും അത് നാട്ടിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. നല്ല സാലറി വാങ്ങുന്നവർ അങ്ങനെയുള്ളവരാണ്. അപ്പോ എല്ലുമുറിയെ അല്ല നമ്മൾ പണിയെടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് എന്നുള്ളത് ഏതോ ആളുകൾ ഇങ്ങനെയുള്ള ചെല്ലുകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയതാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ല രീതിയിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ബുദ്ധിപരമായി ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ആരാണെങ്കിലും പണിയെടുക്കാതിരുന്ന ഈ ചെല്ലുകളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ അങ്ങനെ തന്നെയാണ്. മറ്റൊരു ഒരുത്തനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ചെല്ലുണ്ടാക്കിയിട്ട് അവർ നല്ല സുഖിച്ച് ജീവിച്ചു. എന്നാൽ ഇതിനു വേണ്ടി പണിയെടുക്കുന്നവൻ, ഈ ചെല്ലും താങ്ങി നടന്നവൻ, അവനൊന്നും നേടിയില്ല. അവനിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. നമ്മൾ കഠിനാധ്വാനമല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ്. ബുദ്ധിപരമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകൂ.